ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം. ഞാൻ സ്വാതി സ്വാഗത്, സൈലം പി എസ് സിയിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ LDC, LGS, അതേപോലെ സെക്രട്ടേറിയറ്റ് OA ഈ എക്സാമുകളിലൊക്കെ നല്ല രീതിയിൽ പഠിക്കാനും പെർഫോം ചെയ്യാനും കഴിയാതെ പോയ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ഒരു വിഷമത്തിലിരിക്കുന്നവർക്ക് വേണ്ടി അടുത്തൊരു സുവർണാവസരം വരുവാണ്. അതെന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു അവസരമാണ് ഇനി വരാനിരിക്കുന്നത്. അത് ഏത് എക്സാമാണെന്ന് ചോദിച്ചാൽ നമ്മളെ കമ്പനി ബോർഡ് LGSൻ്റെ എക്സാമാണ് ഇനി അടുത്തതായിട്ട് നമ്മളെ വരാനിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു LGS എക്സാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിലവിൽ 7th സ്റ്റാൻഡേർഡ് 7ാം ക്ലാസ് ആ ഒരു യോഗ്യതയാണെങ്കിലും ഡിഗ്രിക്കാർക്കും കൂടെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് നിലവിൽ ഈ എക്സാം വിളിക്കുന്നത്. അപ്പോൾ അവർക്കും ഒരു നല്ല അവസരമാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സാമിൻ്റെ ബേസിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുമ്പോൾ നിലവിലുള്ള LGS എക്സാമിൻ്റെ സ്കെയിൽ ഓഫ് പേ ആണെങ്കിലും നമ്മളിപ്പം ഈ ഒരു ജോലി നേടുന്നത് ഏത് ബോർഡിലാണോ എന്ന് വെച്ചാൽ ആ കൂട്ടത്തിൽ നമുക്ക് ബെബ്കോ ഉണ്ടാവും അല്ലേ, KSFE ഇങ്ങനെയുള്ള. അപ്പോൾ ഇതിൽ ഏതിലാണോ വരുന്നത് അതിനനുസരിച്ച് ആ സ്കെയിൽ ഓഫ് പേയിൽ വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിന് നിലവിൽ ഇപ്പോൾ ഉള്ള ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിലും ആ ലിസ്റ്റ് കഴിയുമ്പോഴേക്കും അടുത്തൊരു ലിസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിൻ്റെ അവസാനത്തേക്ക് തന്നെ നമുക്ക് 2025ൻ്റെ അവസാനത്തേക്ക് തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ എക്സാം എന്തായാലും 2026 ഒരു പകുതി ആകുമ്പോഴേക്കും എക്സാമും പ്രതീക്ഷിക്കാം. എന്നാൽ മാത്രമേ അടുത്ത ലിസ്റ്റ് കഴിയുമ്പോഴേക്കും നമ്മളെ പുതിയൊരു ലിസ്റ്റിലേക്കുള്ള ആൾക്കാരെ കണ്ടെത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, എല്ലാ സമയത്തും വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് മാറ്റം എന്നുള്ള രീതിയിൽ നോട്ടിഫിക്കേഷൻ എന്തായാലും വരും, ഷുവറാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഈ ഒരു എക്സാം ലെവലിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണം. അതുപോലെ ഇപ്പോൾ നിലവിലുള്ള കമ്പനി ബോർഡ് LGSൽ നിന്നും ഒരുപാട് ആൾക്കാർക്ക് അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയേ, ഇതുവരെ 2207 ആൾക്കാർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ ഒഴിവ് കൂടാണല്ലേ, 207 ഒഴിവുകൾ കൂടെ എന്നുള്ള രീതിയിലൊക്കെ കാണുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് നല്ല അവസരമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതേപോലെ തന്നെ ഇനി വരുന്ന കമ്പനി ബോർഡ് LGSലും ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഒഴിവ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഏജ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ ഏജ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മൾ PSC എക്സാമിൻ്റെ ഏജ് പോലെ തന്നെ ഒരു 18-36 വയസ്സിനിടയിൽ. ഇപ്പം ഇത് മുൻപേ നടന്ന ഇതിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വന്നതായതുകൊണ്ടാണ് ആ ഒരു കാര്യങ്ങൾ കാണിക്കുന്നത്. എന്നാൽ ഇതിനി പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങളെ വയസ്സ് 18-നും 36ൻ്റെയും ഇടയിലാണെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ നമ്മൾ ഏത് എക്സാം ആണെങ്കിലും OBCക്കാർക്ക് ഒരു 3 വർഷം കൂടെയുള്ള റിലാക്സേഷൻ ലഭിക്കാറുണ്ട്. അതേപോലെ SC ST കാറ്റഗറി ആണെങ്കിൽ 5 വർഷം. അപ്പോൾ അതെന്തായാലും ഇത് വരുന്ന സമയത്ത് അവർക്കും ഈ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ചും ആ രീതിയിലുള്ള റിലാക്സേഷൻ കിട്ടും. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് എന്തൊക്കെയാണ് സിലബസ് അല്ലേ, അതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. സിലബസ് അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നോക്കി, എന്താണ് പൊതുവിജ്ഞാനം, ഓക്കെ, GK അല്ലേ. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് 40 മാർക്കിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 40 മാർക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അതേപോലെ ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, സയൻസ് സബ്ജക്റ്റിന് 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ബയോളജി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാം കൂടെ ചേരുമ്പോൾ 10 മാർക്കിനുള്ളൊരു കാര്യമുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് ഇവിടെ എടുത്തു പറയുന്നുണ്ട് പൊതുജനാരോഗ്യം, പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് മാത്രമായിട്ട് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മൾ ബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ കൂടെ തന്നെയാണ് ചേർത്തിട്ട്, ബയോളജിക്ക് ഓൾറെഡി 5 മാർക്ക് ഉണ്ട്, അതിൻ്റെ കൂടെ പിന്നെയും 10 മാർക്കിനുള്ള പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ബയോളജീൻ്റെ കൂടെ തന്നെ അതേപോലെ തന്നെ നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, പിന്നെ മാത്സ് ഇമ്പോർട്ടൻ്റ് ആണ്, മാത്തമാറ്റിക്സ് ആ ഭാഗത്തുനിന്ന് അതേപോലെ തന്നെ 20 മാർക്കിനുള്ളതാണ് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്തായാലും ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് ബയോളജി എന്നുള്ളതുകൊണ്ട് ആ ബയോളജി ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ജീവശാസ്ത്രത്തിൽ നിന്ന് 5 മാർക്കിനുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ജീവശാസ്ത്രമാണ് ബയോളജി, 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയകളാണ്. ഒന്ന് നമ്മൾ ഏത് ബയോളജിൻ്റെ ഏത് എക്സാം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അറിവ് അല്ലേ പറയുമ്പോൾ ഒരൊറ്റ ലൈനിൽ സിമ്പിളായിട്ട് പറയെങ്കിലും അത്യാവശ്യം കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. മനുഷ്യ ശരീരത്തിലുള്ള ദഹനം, ശ്വസനം എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യണം. അതുപോലെ പ്രധാനമാണ് ജീവകങ്ങൾ, വൈറ്റമിൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക. കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളെക്കുറിച്ച്, പരിസ്ഥിതി അല്ലെ, ഇതൊക്കെ കൂടെ ചേരുമ്പോൾ അവിടെ ഒരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ അടുത്തത് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു സെഷനും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്താണ് നമ്മൾ പഠിക്കുക.
അവിടെയാണ് രോഗങ്ങളിൽ എല്ലാ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മളിപ്പോൾ ബാക്ടീരിയ രോഗം, ഫംഗസ് രോഗം ഇങ്ങനെ കാണുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഏതൊക്കെ വേണം എന്നുള്ള രീതിയിൽ കൃത്യമായി നോട്ടൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചെടുക്കണം. അതുപോലെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനം, കുറേ പദ്ധതികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കില്ലേ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേരുന്നതാണ്. വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാ ഏരിയയും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ കൃത്യമായിട്ട് നമ്മൾ സിലബസ് അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, തുടക്കം മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങണം. പിന്നെ സയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ചേരുന്നതാണ്. ബയോളജി ഭാഗത്തു നിന്നാണ് 5 മാർക്കിൻ്റെ കാര്യം പറഞ്ഞത്. ബാക്കി കിടക്കുകയാണ് ഫിസിക്സും കെമിസ്ട്രിയും കിടക്കുകയാണ്. ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർന്നിട്ടാണ്, ഭൗതികശാസ്ത്രം വെച്ചാൽ ഫിസിക്സ് ആണ്, കെമിസ്ട്രി രസതന്ത്രം അല്ലേ, അത് രണ്ടും കൂടെ ചേർന്ന് രണ്ടിൻ്റെയും കൂടെ ചേർത്തുകൊണ്ട് 5 മാർക്ക് ആ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, റെഡി അല്ലേ. അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തായാലും ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് അറിയാം. ഇനി പറയാനുള്ളത്, ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ ഏത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാം അല്ലേ, അത് വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാണ്. അവസാനം നോട്ടിഫിക്കേഷൻ വരുന്നു, നമുക്ക് പഠിക്കാൻ സമയമില്ല, ഉള്ള സമയത്ത് എങ്ങനെയൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പഠിച്ച് ആകെപ്പാടെ ആ ഒരു എക്സാം അങ്ങ് കയ്യിൽ നിന്ന് പോവാണ് സാധാരണ ഉള്ളത്. അപ്പോൾ അതിന്ന് ഒഴിവാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ എന്തായാലും വരും, ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ മുൻപേ തന്നെ നമുക്ക് സാവധാനത്തിൽ കൃത്യമായിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ കോഴ്സ് നമ്മൾ സൈലം PSCയിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, നോട്ടിഫിക്കേഷൻ വരാനൊന്നും കാത്തു നിൽക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 15-നാണ്. ഓക്കെ, സെപ്റ്റംബർ 15-ന് പുതിയ ബാച്ച് തുടങ്ങുകയാണ്. അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1499 രൂപയാണ് ഫീസ്. പിന്നെ ഈ കോഴ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 വർഷം എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം 1 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോന്നു നിങ്ങളുണ്ടെങ്കിൽ എക്സാം വരെ കോഴ്സ് ലഭ്യമായിരിക്കും. ഓക്കെ, അപ്പോൾ 1 വർഷം അല്ലെങ്കിൽ എക്സാം വരെയാണ് കോഴ്സിൻ്റെ കാലാവധി, വാലിഡിറ്റി ഉണ്ടാവുക. ഓക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ഇനി പറയാനുള്ളത്, ഓൾറെഡി LDC LGS ഒക്കെ വന്ന സമയത്തൊക്കെ നമ്മൾ ആദ്യമേ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കും ഇതെങ്കിലും നന്നായിട്ട് പഠിക്കണം അല്ലേ. പക്ഷേ ഇതേപോലെ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി വന്നതിന് ശേഷവും കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നിരുന്നിരുന്ന് കുറേ സമയം വെറുതെ വേസ്റ്റായി. അവസാനം ഓടിപ്പിടിച്ച് വരുന്നു, പകുതി കാര്യങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് അറിയുന്ന ആകെ നമ്മളെ കോൺഫിഡൻസ് പോവാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം ഈ ഒരു എക്സാമിലേക്കും കൂടെ വരാൻ പാടില്ല. നല്ലൊരു ചാൻസാണ്, ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. അപ്പോൾ മിസ്സാക്കാതെ വളരെ കൃത്യമായിട്ട് നമ്മൾ റിലാക്സ് ചെയ്ത് പഠിച്ചു തുടങ്ങാം. അപ്പോൾ വേഗം തന്നെ കോഴ്സിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പർ, ഓക്കെ, ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് 995100 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോഴ്സിനെ കുറിച്ചുള്ള ഡൗട്ട്, എങ്ങനെ ജോയിൻ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ എത്രയും വേഗം ഈ ഒരു പോസ്റ്റിലേക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇനിയും സമയം വേസ്റ്റ് ആക്കാതെ ജോയിൻ ചെയ്യുക. സെപ്റ്റംബർ 15-ന് സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് തൊട്ട് തന്നെ കാണുക. കൃത്യമായിട്ട് നോട്ടും കാര്യങ്ങളും ഒക്കെ എഴുതി എങ്ങനെ വേണം സിലബസ് അറിഞ്ഞുകൊണ്ട് പഠിച്ച് നമുക്ക് എന്തായാലും ഇത് നേടിയെടുക്കാം. ഓക്കെ, റെഡിയല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു സുവർണാവസരം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. വീണ്ടും കാണാം. താങ്ക് യു.